ഞാൻ വെറുതെ കാണിക്കുന്നില്ല കേട്ടോ, സംഭവം ഉള്ളതാണ്. ഇതിൻ്റെ മസാജിങ് ആണ്. തമ്പുരാനെ എന്തൊരു മസാജിങ് ആണ്. അത് സോഫ്റ്റ് ടച്ചാണ്. യാത്ര ചെയ്യാം. നമസ്കാരം. ഇത് കിയ ഇന്ത്യയുടെ ഫ്ലാഗ്ഷിപ്പ് ഇലക്ട്രിക് SUV ആണ് കിയ EV9. വെൽക്കം ടു വണ്ടിപ്രാന്തൻ. കിയ EV9 കിയ ഇന്ത്യയുടെ ഫ്ലാഗ്ഷിപ്പ് SUV ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, GMP ഗ്ലോബൽ മോഡുലർ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുള്ള ഈ വണ്ടി എന്ന് പറയുന്നത് കിയ ഇന്ത്യയുടെ ലക്ഷറി SUV ആണ്. CBU റൂട്ടിൽ കംപ്ലീറ്റ് ബിൽറ്റ് യൂണിറ്റ് ആയിട്ട് കടൽ കടന്നു വരുന്ന വണ്ടിയാണ് EV9. ഓക്കെ, ഇതിന് 1,30,00,000 രൂപയോളമാണ് ഏറെക്കുറെ എക്സ്ഷോറൂം പ്രൈസ്. ആ വിലയ്ക്കുള്ള വണ്ടി ഉണ്ടോ ഇത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ വേണ്ടി നടന്ന് കാണിക്കാം, പുറത്തെ കാര്യം അകത്തെ കാര്യമൊക്കെ പറയാം, അതിനുശേഷം റോട്ടിലേക്ക് എടുത്ത് ഓടിക്കാം. അതിൻ്റെ കൂടെ കിയ EV9ൻ്റെ പ്രത്യേകത കൂടി പറഞ്ഞുതരാം. കിയ EV9ന് ഒറ്റ വേരിയൻ്റേ ഉള്ളൂ, GT ലൈൻ. പക്ഷേ 2 ഇൻറ്റീരിയർ കളറുകളുണ്ട്. ഇത് ഓൾ വീൽ ഡ്രൈവ് കോൺഫിഗറേഷനാണ്, 2 മോട്ടോർ. അപ്പോൾ മെഴ്സീഡീസ് ബെൻസിൻ്റെ EQE, BMWൻ്റെ iX, ഔഡിയുടെ Q8 e-tron, ഈ വണ്ടികളുമായിട്ടൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു E9 മത്സരിക്കുന്നത്. ഓക്കെ, ഈ വണ്ടികളുമായിട്ടുള്ള വലിയ വ്യത്യാസം എന്ന് പറയുന്നത് കിയ എന്ന് പറയുന്നത് ഒരു ജനകീയ ബ്രാൻഡാണ്, ഒരു ലക്ഷറി ബ്രാൻഡാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ വണ്ടിക്ക് ഈ പറഞ്ഞ SUVകളുമായിട്ടുള്ള വ്യത്യാസങ്ങളെന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടി ലക്ഷറിയസ് ആണ് എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ വണ്ടിക്ക് അകത്ത് കയറണം. അകത്തെ കാര്യങ്ങൾ ആദ്യം പറയാം. അകത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ മാജിക് ഇരിക്കുന്നത്. 1,30,00,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. ഇതിൽ കിയ കാരൻസും അല്ലെങ്കിൽ കിയ ക്ലാവിസുമായിട്ടുള്ള സാമ്യങ്ങൾ നമുക്കിവിടെ കാണാം. അതായത് ഈ സ്ക്രീൻ എന്ന് പറയുന്നത് 12.3 ഇഞ്ച് 2 സ്ക്രീനുകളാണ്. ഇടയിൽ AC-യുടെ ആ ഒരു പാനലുണ്ട്. കൂടുതലും സിറോസുമായിട്ടാണ് സാമ്യം, ഡാഷ്ബോർഡിനൊക്കെ. ഓക്കെ, അതൊരു ഡീൽ ബ്രേക്കർ ആണോ? എനിക്ക് തോന്നുന്നില്ല, കാരണം ക്വാളിറ്റി കൂടുതലാണ് ഇതിന്. അതായത് ആ വണ്ടി ഈ വണ്ടി തമ്മിലുള്ള ക്വാളിറ്റിയുടെ വ്യത്യാസം നല്ലോണ്ട്. ഇതൊരു ഇലക്ട്രിക് SUV ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാറ്ററി പാക്കും ചാർജിങ്ങും അല്ലെങ്കിൽ റേഞ്ചുമാണ് ഏറ്റവും ആദ്യം അറിയേണ്ടത്. ഈ വണ്ടിക്ക് 99.8 kWh ബാറ്ററി പാക്കാണ്. അതായത് വലിയ ബാറ്ററി പാക്കാണ്, വലിയ വണ്ടിക്ക് വലിയ ബാറ്ററി പാക്കാണ്. ഈ ചാർജിങ് എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുക 400 അല്ലെങ്കിൽ 800 വോൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചാർജിങ് സ്റ്റേഷൻ ഇരിക്കുന്നത് ഇഞ്ചോൺ കിയയിലാണ്. ഈ വണ്ടിയും ഇഞ്ചോൺ കിയേണ്ട തന്നെയാണ്. അപ്പോൾ മോട്ടറൈസിലാണെങ്കിൽ ഓപ്പണിംഗ് ഒക്കെ, കൂടാതെ ക്ലോസ് ചെയ്യാനും അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കാണാം. ഇത് ക്ലോസ് ചെയ്യുന്ന നല്ല ഭംഗിയായിട്ടാണ്. ഓക്കെ, ഇതൊരു ഹുമങ്കസ് ആയിട്ടുള്ള ഒരു SUV ആണ്, വലിയ SUV ആണ്. കിയ കാർണിവലിൻ്റെ പോലെ പിൻ ഡോർ സ്ലൈഡിംഗ് അല്ല. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഈ ഒരു ബാക്കിലെ പീസൊക്കെ വ്യത്യാസമുണ്ടെന്ന് പറയാം. പിന്നെ ഇതിൻ്റെ കർവേച്ചർ ആയിട്ടുള്ള ഈ ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്ലൈഡിംഗ് ഡോറിന്, അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഡോർ എന്ന് പറയുമ്പോൾ SUV അല്ല, അത് MPV മാറും. ഓക്കെ, ഈ വണ്ടിക്കകത്ത് അകത്തേക്ക് പോകുന്ന ഡോർ ഹാൻഡിലുകളും മടങ്ങുന്ന മിററും വലിയ വീലുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. എല്ലാം കിയയുടെ തനതായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്, 2 സൺ റൂഫുകളുണ്ട്. അപ്പോൾ വശങ്ങളും നോക്കുമ്പോൾ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റൊക്കെ വെച്ച് നോക്കിയാൽ ഇതൊരു ഹുമങ്കസ് ആയിട്ടുള്ള വലിയ ഒരു SUV ആണെന്ന് ഒറ്റ ഓണത്തിൽ മനസ്സിലാവും. കിയ EV9ൻ്റെ രൂപത്തിൽ മുന്നിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ഇലക്ട്രിക് വണ്ടിയാണ് എന്നുള്ളത്. അതിന് ഈ ഒരു ഡിസൈനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇതിന് ഗ്രീറ്റിംഗ് ചെയ്യുന്ന ലൈറ്റ് ഉണ്ട്, കൂടാതെ വലിയ LED ഹെഡ്ലാംപ്സ് ആണ്. ഈ LED ഹെഡ്ലാംപ്സിനകത്ത് 1, 2, 3, 4, 5, 10 ബ്ലോക്കുകളായിട്ടുള്ള ലൈറ്റും DRലും കാണാം. പിന്നെ ഒരു ഫ്ലാപ്പ്, വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ പോകണമെന്നൊരു ഫ്ലാപ്പ് ഉണ്ട്. ഇവിടെ ക്യാമറ, റഡാർ അല്ലെങ്കിൽ പാർക്കിംഗ് സെൻസറുകൾ, അകത്തേക്ക് വായു ചാനൽ ചെയ്യാനുള്ള വെൻറ്റ് എല്ലാം തന്നെ കാണാം. ഒരു വലിയ വണ്ടിയുടെ മുൻവശം, ഒരു വലിയ മുൻവശം തന്നെയാണ് കിയ EV9 ഉള്ളത്. ഇലക്ട്രിക് കാറുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റോറേജ് സ്പേസ് ആണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ഒരു ഫ്രങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രങ്ക് എന്ന് പറയുന്നത് 55 ലിറ്ററാണ്. ഇവിടെ ഒരു ഓപ്പണിംഗ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്പൺ ചെയ്യുന്നത് എയർ ഫിൽറ്റർ റിപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനകത്തൊരു ചെറിയ പാക്കറ്റിൽ നമുക്ക് ആവശ്യമുള്ള സംഗതികൾ എന്താണ് എന്നുള്ള നിലയ്ക്ക് ഒരു ചാർജർ വെച്ചിട്ടുണ്ട്. ഈ ചാർജറിൻ്റെ ബൈക്കിൻ്റെ രൂപം നമ്മൾ അൾട്രാ വയലറ്റ് കണ്ടു. ഇതിൻ്റെ അറ്റത്തൊരു പ്ലഗ് കേട്ടോ, നിങ്ങൾ കണ്ടില്ലെങ്കിൽ കണ്ടോളൂ. ഇത് ചാർജിങ് പോർട്ടിൽ കുത്തിയിട്ട് ഇവിടെ സോക്കറ്റാണ് കണ്ടോ, വെഹിക്കിൾ ടു ലോഡ് അല്ലെങ്കിൽ വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജിങ് ഓപ്ഷനുള്ള ഒരു വണ്ടിയാണിത്. ഇതിൻ്റെ മാക്സിമം AC 250 വോൾട്ട് 16 ആംപിയർ ആണ്. ഓക്കെ, നമുക്ക് ചെറിയ കാറുകളൊക്കെ ചാർജ് ചെയ്യാനും യൂസ് ചെയ്യാമെന്നുള്ളതാണ്. എന്തായാലും പുതിയ വണ്ടികളിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. കിയ EV9 നമുക്ക് ഈ ഒരു സംഗതി കാണാം, വെഹിക്കിൾ ടു ലോഡും വെഹിക്കിൾ ടു വെഹിക്കിളും. ഈ ഫ്രങ്കിനകത്തൊരു എമർജൻസി സ്വിച്ച് കാണാം, അത് ഈ ഒരു ബോണ്ട് തുറക്കാനുള്ളതാണ്. പിന്നെ ഫ്ലൂയിഡുകളും കാര്യങ്ങളൊക്കെ അടയ്ക്കാനുള്ള, അല്ലെങ്കിൽ ഫ്ലൂയിഡുകളും കാര്യങ്ങളൊക്കെ ഒഴിക്കാനുള്ള ഓപ്പണിങ്ങുകളും ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ഇതിനൊരു ചെറിയ ഇൻസുലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഹൈഡ്രോളിക് ടൈറ്റിൽ നിൽക്കുന്ന ഒരു ബോണറ്റ് ഷെല്ലാണ്.
കിയ EV9 പിൻവശം ഒരു SUV-യേക്കാൾ ഒരു MPV-യോടാണ് സാമ്യമുള്ളത്. ഓക്കെ, ഇവിടെ ഓപ്പോസിറ്റ് വെച്ച് ക്യാമറ മുകളിൽ കാണാം. പിന്നെ വൈപ്പർ അകത്തേക്ക് കയറ്റിയ പോലെയാണ്. അതിൻ്റെ മുകളിൽ സ്പോയിലർ ഉണ്ട്, സ്പോയിലർ ലൈറ്റ് കാണാം. നീറ്റായിട്ടുള്ള ഇൻറ്റഗ്രേഷനാണ് ഈ ടെയിൽ ലാമ്പ്, LED ടെയിൽ ലാമ്പ് ആണെങ്കിലും അകത്തേക്ക് കയറി നിൽക്കുന്ന ലൈറ്റ് ആണെങ്കിലും താഴെ കൊടുത്ത ലോഗോസും കിയയുടെ ലോഗോസും KN ഓക്കെ, വലിയ ബമ്പറിൽ ഇൻസേർട്ടും പാർക്കിംഗ് സെൻസറുകളും EV9 എന്നുള്ള ബാഡ്ജും GT-Lineൻ്റെ ബാഡ്ജും എല്ലാം നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിഫോഗർ കാണാം, ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ്. ഈ ബൂട്ട് എന്ന് പറയുന്നത് പവേഡ. അങ്ങനെ പൊന്തുമ്പോൾ ഇവിടെയും ഒരു ക്യാമറ കാണാം. ഇതാണ് റിവേഴ്സ് ക്യാമറ അഥവാ 360 ക്യാമറ. അതെന്ന് പറയുന്ന ക്യാമറ എന്താ അകത്തേറും പോരാം. വലിയ ബൂട്ടാണ്. ഈ ബൂട്ടിൻ്റെ സൈസിനൊരു കൗതുകമുണ്ട്. 333, അതായത് 333 ലിറ്ററാണ് ബൂട്ട് സ്പേസ്. ഈ സീറ്റുകളൊക്കെ തന്നെയും നമുക്ക് ഫോൾഡ് ചെയ്യാൻ ഈസിയാണ്. സ്പീക്കർ സിസ്റ്റം കാണാം. വലിയ ഒരു പാഡുണ്ട്. ഈ പാഡ് പൊക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് പാഴ്സൽ ഷെൽഫാണ്. ഇപ്പോൾ നമ്മൾ മടക്കിയിട്ടാണെങ്കിൽ നമുക്ക് പാഴ്സൽ ഷെൽഫ് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നീറ്റായി വൃത്തിയായി വെച്ചിട്ടുണ്ട്. ഇത് ടയർ സീലൻ്റാണ്, പഞ്ചർ കിറ്റാണ്, സ്പെയർ വീലല്ല, അതും പറയേണ്ടതാണ്. പിന്നെ ഈ ബൂട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ സ്പേസ് കുറവാണ്. പക്ഷേ നമുക്കിത് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ തേർഡ് റോ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം, ഒന്നുകൂടി ഫോൾഡ് ചെയ്യാം. അപ്പോൾ 2 തേർഡ് റോ അങ്ങ് ഫോൾഡ് ആവും. തീർന്നില്ല, നമുക്കിവിടെ നിന്ന് സെക്കൻഡ് റോയും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ വലിയ ബൂട്ടായി, വേണമെങ്കിൽ കിടക്കാം, വേണമെങ്കിൽ ലഗേജ് വെക്കാം, എന്ത് വേണമെങ്കിൽ ആവാം. ഇപ്പുറത്ത് ഇരുന്ന് ഇപ്പുറത്ത് ഇത്രയും സ്ഥലത്തൊക്കെ ലഗേജ് വെച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഇത് പൊക്കാനും എളുപ്പമാണ് കേട്ടോ. അതായത് ആ സ്വിച്ചിൽ തന്നെ നമുക്കിത് പൊക്കുകയും ചെയ്യാം. ഇവിടെ തന്നെ ഈ ഒരു സ്പീക്കറുകളും അല്ലെങ്കിൽ ഈ ചാർജിങ് സോക്കറ്റുകളും കാണാം. ഇതൊക്കെ തന്നെയും ഈ വണ്ടിയുടെ പ്രത്യേകതകളാണ്. ഇത് അടച്ചു വയ്ക്കാൻ പറ്റിയ ചാർജിങ് സോക്കറ്റാണ്. വീട്ടിലെ ഹൗസ് ഹോൾഡ് ചാർജിങ് പോലുള്ള ചാർജിങ് സോക്കറ്റാണെന്ന് പറയാം. ഇത് മുന്നിലെ ട്രങ്കിലെ സോക്കറ്റിൻ്റെ പോലെ തന്നെയാണ്. അതായത് 16 ആംപിയറുള്ള 250 വോൾട്ട് ചാർജിങ് സോക്കറ്റാണ്. ഇവിടെ ഒരു ഹാൻഡിൽ ഉണ്ട്, പക്ഷേ ഹാൻഡിൽ പിടിക്കേണ്ട കാര്യമില്ല. ഇത് പവേഡാണ്. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പവേഡായിട്ട് അടയ്ക്കുകയും ചെയ്യാം. കിയ EV9 വീല് വലുതാണ്. ഇപ്പോൾ കിയയുടെ ഡിസൈൻ നമുക്ക് കാണാം. ആ ഹെക്സഗോണൽ പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ത്രികോണാകൃതിയൊക്കെ എല്ലാ കിയ വണ്ടികളും നമ്മൾ കണ്ടുകൊണ്ട് അത് ഈ ഒരു വണ്ടിക്കകത്തും കാണാം. ഇവിടെ വീൽ ക്യാപ്പ് സീൽഡ് പോലെ തോന്നും, കാരണം ഇലക്ട്രിക് ആണ്. 275/50 620 20 ഇഞ്ച് വീലാണ്. മുന്നിലും ഡിസ്ക് ബ്രേക്കുകളൊക്കെ തന്നെയാണ്. മാത്രമല്ല ഒരു SUV-യുടേതായിട്ടുള്ള ക്ലാഡിംഗ് ഉണ്ട്. ഈ ക്ലാഡിംഗ് എന്ന് പറയുന്നത് ബോഡി കളറിലാണ്. അതിൽ ചെറിയ ഇൻസേർട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഭംഗി തോന്നിക്കുന്നുണ്ട്. ഈ 3 ഗ്ലാസ് ഏരിയയും വലുതായതുകൊണ്ട് അകത്തേക്ക് നല്ല വെളിച്ചം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ പിയാനോ ബ്ലാക്ക് അത്യാവശ്യത്തിലധികം യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഈ ഒരു മിററിൻ്റെ മുകളിലുമെല്ലാം. ഇതിൻ്റെ മുകളിൽ ക്യാമറ ഉണ്ട്, 360 ക്യാമറയാണ്. പിന്നെ ഡോർ ഹാൻഡിൽ നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ അകത്തേക്ക് പോവുകയും ചെയ്യും. ഇതിനകത്ത് നമ്മൾ സംസാരിക്കുന്നത് പിന്നിലേക്ക് കേൾക്കാൻ വേണ്ടി സ്പീക്കറിലൂടെ കോൺവെർസേഷൻ ഈസിയാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അതൊരു ഫീച്ചറാണ്, സവിശേഷതയാണ്. ഈ മിറർ കണ്ടോ, ലാൻഡ് റോവർ ഡിഫൻഡറിൽ പുതിയ ടാറ്റ ഹാരിയർ റിവ്യൂലൊക്കെ കണ്ട പോലെ ഇതിങ്ങനെ ഫ്ലിക്ക് ചെയ്താൽ ബാക്കിൽ കാണുന്നത് ക്യാമറയാണ്. ആ ക്യാമറ ഡിസ്പ്ലേ ആവും. ആ ക്യാമറയാണ് ഓഫ്സെറ്റ് ചെയ്ത് വെച്ച് ബൂട്ടിലൊരു വെച്ചേക്കുന്നത് വൈപ്പറിൻ്റെ താഴെയായിട്ട്. ഓക്കെ, എനിക്കിതിൻ്റെ ഡാഷ്ബോർഡ് ഇഷ്ടപ്പെട്ടു. ഈ ഗ്ലോബോക്സിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. വലിയ ഗ്ലോബോക്സാണ്. ഈ കൺസോൾ ഇഷ്ടപ്പെട്ടു. കൺസോളിൻ്റെ താഴെയുള്ള സ്റ്റോറേജ് സ്പേസ്, മുകളിലെ സ്റ്റോറേജ് സ്പേസ്, ഈ ബട്ടണുകളുടെ ഫിനിഷ്, ഈ ഇൻഡക്ഷൻ ചാർജർ, ഇതിൻ്റെ ആംറസ്റ്റിൻ്റെ അവസ്ഥ, ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. നീറ്റാണ്, ലക്ഷറിയാണ് എന്ന് തന്നെ പറയാം. അതായത് ഈ വണ്ടിക്കകത്ത് കയറിയിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു കിയയുടെ സാധാരണ കാണുന്ന വണ്ടിയല്ലല്ലോ എന്ന്. അത് തന്നെയാണ് ഒരു വിജയം. കാരണം ഈ വിലയ്ക്കുള്ള ഒരു സവിശേഷതയും ഒരു കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്താനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അതിവിടെ എവിഡൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ സീറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞു. ഈ സീറ്റിന് ഇവിടെ തൈ സപ്പോർട്ട് ഉണ്ട്. വെന്റിലേറ്റർ ഹീറ്റർ സീറ്റാണ്. കൂടാതെ ആംറസ്റ്റ് പോലുള്ള കാര്യങ്ങളിലുണ്ട്. ഇരിക്കാൻ സുഖമാണ്. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്, ഈസിയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ കൊടുത്ത ഈ ഒരു സ്വിച്ചും ലൈറ്റും എല്ലാം മനോഹരമാണ് തന്നെ കാണാം. ഇതിനകത്ത് ലൈറ്റ് ഉണ്ട്, കണ്ണാടി ഉണ്ട്. ഇത് സോഫ്റ്റ് മെറ്റീരിയലാണ്. അതുപോലെ അഡാസ് ലെവൽ 2-ൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, അഡാസ് ക്യാമറ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്തുണ്ട്. ഇതൊരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് കാറാണ്. പിന്നെ ഇവിടെയും നമുക്ക് ഒരു മിറർ കാണാം. മിറർ മാത്രമല്ല ലൈറ്റും കാണാമെന്നുള്ളതാണ്. എനിക്ക് കുറച്ചുകൂടി വിശദമായിട്ട് പറയേണ്ടത് ഈ സീറ്റിനെ കുറിച്ചാണ്, സീറ്റിൻ്റെ കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു മാനുവൽ ലിവർ ഇടതുവശത്തുണ്ട്. ഇവിടെ അത് സ്വിച്ചാണ്. 2 വിധത്തിൽ നമുക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്താലും ഇത് ഓപ്പൺ ആവും. അതല്ലെങ്കിൽ ആ ലിവർ വെച്ച് നമുക്ക് മാനുവലായിട്ടും അത് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഈ വണ്ടിയുടെ സ്റ്റിയറിംഗിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇലക്ട്രിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റീച്ചും ഡിൽറ്റൊക്കെ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാം. മെമ്മറി ഫംഗ്ഷനോട് കൂടി ചേർന്നുണ്ട്. നമ്മൾ കയറുമ്പോൾ അല്ലെങ്കിൽ വണ്ടി ഓഫ് ചെയ്താൽ വണ്ടിയുടെ സീറ്റ് പിന്നാകം പോയിട്ട് സ്റ്റിയറിംഗ് പിന്നാകം പോയിട്ട് നമുക്ക് ഇറങ്ങാനുള്ള ഒരു സൗകര്യം ചെയ്തു തരുന്ന കാര്യമൊക്കെ വണ്ടിക്കകത്തുണ്ട്. ഈ സ്റ്റെപ്പ് ത്രൂ കൺസോളിൻ്റെ അടിയിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ കപ്പ് ഹോൾഡർ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ സ്വിച്ചുകൾക്കും ഒരു മെറ്റൽ ഫിനിഷാണ്. ഇവിടെ കൊടുത്ത ഈ ലെറ്ററിങ് കണ്ടാൽ നമുക്ക് സ്വിച്ചാണ് തോന്നില്ല, പക്ഷേ സ്വിച്ചാണത്. നമുക്ക് പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ ഹാപ്റ്റിക് സ്വിച്ചുകളാണ്. AC വേണ്ടി തിരിഞ്ഞിരിക്കുന്നു. ഫാബ്രിക് ഇൻസെർട്ട് അകത്തുണ്ട്. ആ ലൈറ്റൊക്കെ കാണാം. ഈ ഇൻസൈറ്റുകളൊക്കെ തന്നെയും ഒരിത്തിരി കൗതുകമുള്ള കാര്യങ്ങളാണ്. നല്ല ഭംഗിയുള്ള ഒരു വണ്ടിക്കകത്തിരിക്കുന്ന പോലെയല്ല, നല്ല പ്രാക്ടിക്കലായിട്ട് SUV-ക്കകത്തിരിക്കുന്ന പോലെയാണെന്ന് പറയാം. നമ്മളിരിക്കുന്നത് പ്ലെൻറ്റി ഓഫ് സ്പേസിലാണ്. മെറിഡിയൻ്റെ സൗണ്ട് സിസ്റ്റവും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡോർ പാഡിൽ കാണാം. അംബർല ഹോൾഡർ, ബോട്ടിൽ ഹോൾഡർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡോറിൽ കാണാം. ഈ മെമ്മറി സീറ്റിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ് ഇപ്പോൾ നമ്മൾ ബോസ് മോഡെന്നൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഇലക്ട്രിക് ആണ്. നമുക്ക് 3 തരത്തിൽ പിൻഭാഗോ അടിഭാഗോ ഏത് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ
പാസഞ്ചർ സീറ്റുണ്ട്, ടൈ സപ്പോർട്ട് എക്സ്റ്റൻഡർ ഉണ്ട്. അപ്പോൾ എല്ലാം ഇലക്ട്രിക്കലാണ്. നമ്മൾ ഇരിക്കുന്നത് ഒരു ലക്ഷറിയസ് സ്പേസിലാണ് എന്നുള്ളത് കണ്ടാൽ മനസ്സിലാവും. ഈ ലെതർ സീറ്റിൽ ഇരിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. പിന്നെ ഈ ആംബ്രസ്റ്റിന് താഴെ നമുക്ക് NFC കാണാം. കൂടാതെ ഇവിടെ ഇൻഡക്ഷൻ ചാർജിങ് ഉണ്ട്. ഈ വണ്ടിക്കകത്ത് സ്മാർട്ട് കീ പോലുള്ള കാര്യങ്ങളും അതുപോലെ ഡിജിറ്റൽ കീ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇവിടെ സ്ക്രീനിലേക്ക് വന്ന ഈ സ്ക്രീൻ അത്യാവശ്യം റെസ്പോൺസീവാണ്, അത്യാവശ്യം ഇൻഡ്യൂറ്റീവാണ്. പക്ഷേ മെഴ്സീഡീസ് ബെൻസിൻ്റെ സ്ക്രീനോളമില്ല എന്നുള്ളത് പറയാം. പ്രൈസിൻ്റെ പോയിന്റിലാണ് ഞാൻ പറയുന്നത്. ഈ സ്ക്രീനിൻ്റെ UA നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല കീയിലും കണ്ട UA ആണ്. സീറ്റിൽ മെമ്മറി ഫംഗ്ഷൻ മാത്രമല്ല, സീറ്റിൽ മസാജിങ് ഫംഗ്ഷൻ ഉണ്ട്. ബാക്കിൽ മസാജിങ് ഇൻറ്റൻസ് ആണ്. അവിടെ ഞാൻ വരാം. ഇതിൽ കാർ വാഷ് മോഡ് പോലുള്ള കാര്യങ്ങൾ, ഫോൺ പ്രൊജക്ഷൻ, അതായത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം ഉണ്ട്. സെറ്റിംഗ്സിനകത്ത് അഡാസ് ലെവൽ 2ൻ്റെ സെറ്റിംഗ്സ് കാണാം. EVയുടെ കാര്യങ്ങൾ കാണാം. ലേഔട്ട് മാറ്റാൻ പറ്റും ഈ മീറ്റർ ക്ലസ്റ്ററിൻ്റെ. പിന്നെ സൗണ്ടിൽ നമുക്ക് ഈ മെറിഡിയൻ്റെ ഫുൾ കാര്യങ്ങൾ കിട്ടാനുള്ള വിധത്തിലുള്ള സെറ്റിംഗ്സ് ചെയ്യാം. ഓക്കെ, സൗണ്ട് ട്യൂണിങ് വേറെ ആൾക്കാർക്ക് വിട്ടേക്കാണ്, നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ക്ലസ്റ്ററിൻ്റെയും ഹെഡ്സപ്പ് ഡിസ്പ്ലേയുടെയും സെറ്റിംഗ്സ് ഉണ്ട്. കൂടാതെ കിയ കണക്റ്റ് ആപ്പിൻ്റെ കാര്യങ്ങൾ കാണാം. ജനറൽ സെറ്റിംഗ്സിനകത്ത് പോകുമ്പോൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോം CCNC എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കാര്യമായിട്ട് പറയാം. അത് മാത്രമല്ല ഇവിടെ സിസ്റ്റം ഇൻഫോയും ഡേറ്റും ടൈമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. എനിക്ക് തോന്നുന്നു സാധാരണ കാണുന്ന സ്ക്രീനുകളെ പോലെ തന്നെയാണ്, കുറച്ചധികം ഇൻഫർമേഷൻ കുത്തി നിറച്ച് വെച്ചിട്ടുള്ള ഒരു സ്ക്രീനാണ് ഇത് എന്നുള്ളതാണ്. പിന്നെ ഈ UA നിങ്ങൾക്ക് കിയ സിറോസിൽ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇതിനകത്ത് തീർച്ചയായും ഇഷ്ടപ്പെടും. ക്രിസ്പാണ് ഡിസ്പ്ലേ, നീറ്റാണ് ഡിസ്പ്ലേ, ഇൻഡ്യൂറ്റീവാണ്, റെസ്പോൺസീവാണ്. അതിലൊന്നും ഒരു സംശയവുമില്ല. ഇപ്പോൾ വോയിസ് റെക്കഗ്നീഷൻ പോലുള്ള കാര്യങ്ങൾ, സൗണ്ട് സിസ്റ്റം, ഫോൺ കണക്ഷൻസ്, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സ്ക്രീനിലുണ്ട്. നമ്മൾ സ്ക്രീനിൻ്റെ ഓരോ പോയിന്റും പോയി പറയേണ്ട കാര്യമില്ല. ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അഡാസ് ലെവൽ 2 സെറ്റിംഗ്സും ഈ HUD സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വോളിയം ബട്ടൺ ക്ലാസ്സിയാണ്. ഈ ടോഗിൾ സ്വിച്ചുകൾ നമ്മൾ കിയ സിറോസിൽ കണ്ടതിൻ്റെ കുറച്ച് പ്രീമിയം മോഡലാണ്, അല്ലെങ്കിൽ മോഡാണെന്ന് പറയാം. ഡുവൽ സോണല്ല, ട്രിപ്പിൾ സോണാണ്. പിന്നിലെ സോണും ഉണ്ട്. ഇതിന് സ്ക്രീനുകളെ കണക്ട് ചെയ്ത ആ ഒരു ഗ്യാപ്പിൽ ഒരു AC ഇൻ്റഗ്രേറ്റ് ചെയ്ത്, AC ഡിസ്പ്ലേ ഇൻ്റഗ്രേറ്റ് ചെയ്ത് തീർത്തും ഭംഗിയായിട്ടാണ്. അതിനപ്പുറത്ത് ക്ലസ്റ്റർ കാണാം. ഈ ക്ലസ്റ്ററിൻ്റെ ഡിസ്പ്ലേ നമുക്ക് ഡ്രൈവ് മോഡുകളോടോ അതല്ലെങ്കിൽ കസ്റ്റമായിട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ചാർജ് അല്ലെങ്കിൽ അതിൻ്റെ ലെവൽ 1, 2, 3 റീജനറേഷൻ എല്ലാം കാണാം. എനിക്ക് ഈ ഷിഫ്റ്റ് തീർത്തും ഇഷ്ടപ്പെട്ടു. അതിൽ തന്നെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടൺ, അതായത് വണ്ടി EV സ്റ്റാർട്ടാക്കാനും ഓഫ് ചെയ്യാനുള്ള ബട്ടൺ. നമ്മുടെ കാറിൽ കാണുന്ന സ്റ്റാർട്ട് സ്റ്റോപ്പ് അല്ല. ഇവിടെ നമുക്ക് വൈപ്പേഴ്സ് കൺട്രോൾസ് ആണ്, ഓട്ടോ വൈപ്പേഴ്സ്, ഓട്ടോ ഹെഡ് ലാംപ്സ് ഉണ്ട്. വലതു വശത്ത് ഹെഡ് ലാംപ്സിൻ്റെ കൺട്രോൾസ് ആണ്. അതിനപ്പുറത്ത് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനും ബൂട്ട് അല്ലെങ്കിൽ ഫ്രങ്ക് ഓപ്പൺ ചെയ്യാനും ഫ്യൂൽ ഫ്ലാപ്പ് ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങൾ കാണാം. ഇതും ഒരു ഇലക്ട്രിക് കാറാണ്. EV6 കണ്ട പോലെ പ്ലസ് മൈനസ് ആണ് ഇതിൻ്റെ ബ്രേക്കും ആക്സിലേറ്ററും. അതും ഒരു കൗതുകം ഉണ്ടാകുന്നുണ്ട്. ഇതിനകത്തുകൂടെ സ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റും. ശരിക്കും ഒരാൾക്ക് പറ്റില്ല. സ്റ്റെപ്പ് 2 ആണെങ്കിലും കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ ഡോറുകൾ റണ്ണിങ് ബോർഡിനെ കവർ ചെയ്യുന്ന പോലെയാണ്. അതായത് നമ്മൾ ചളിയൊന്നും അകത്തേക്ക് ചവിട്ടി കയറ്റില്ല. ശരിക്കും റണ്ണിങ് ബോർഡ് അങ്ങ് കവർ ആവുന്ന അടയ്ക്കുമ്പോൾ. പിന്നെ ഈ ഡോറിലൊന്നും നമുക്ക് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ കാണാം. മെറിഡിയൻ സിസ്റ്റം ഉണ്ട്, ബോട്ടിൽ ഹോൾഡറുകൾ കാണാം. ഈ സ്വിച്ചുകളുടെ ഇൻ്റഗ്രേഷനും ഈ സ്വിച്ചുകളും ഈ ക്ലോത്ത് അപ്പോൾസ്റ്ററിയും എല്ലാം നല്ലതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന ഈ ഒരു ഗ്രേ ഫിനിഷിലുള്ള ഈ സംഗതികൾ കണ്ടോ, ഈ ബട്ടണാണ് നമ്മൾ സാധാരണ വണ്ടിയുടെ ആ കിടക്കാവുന്ന ലെവലിലേക്ക് ആകുന്ന സ്വിച്ച് എന്ന് പറയില്ലേ, റിലാക്സിങ് പൊസിഷനാണ്. ഓക്കെ, ഡ്രൈവർക്ക് അത് പലപ്പോഴും പറ്റിക്കോളന്നില്ല. പാർക്ക് ചെയ്തിടുമ്പോൾ പറ്റും, ഇലക്ട്രിക് ആണല്ലോ. അപ്പോൾ പെട്രോൾ കൂടുതൽ ചിലവാകുന്നുള്ള പേടി വേണ്ട. റേഞ്ചുള്ള വണ്ടിയാണ്, കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്രമിക്കാനും പറ്റുന്നൊരു വണ്ടിയാണ്. ഇവിടെയാണ് പാർക്ക് ബ്രേക്കിൻ്റെ സ്വിച്ച്. ഈ ഒരു പീസ് കണ്ടോ, ഇതെനിക്ക് ഇത്തിരി ഹാർഡ് പ്ലാസ്റ്റിക് ഒരു ഈ വിലയ്ക്ക് തോന്നുമ്പോൾ കുറച്ചധികമായിട്ട് തോന്നി, കുറച്ച് ക്വാളിറ്റി കുറവായിട്ട് തോന്നി. പക്ഷേ മുകളിൽ സോഫ്റ്റ് ടച്ചാണ് പ്ലാസ്റ്റിക്കൊക്കെ. പിന്നെ ഇവിടെ ഇൻസെറ്റുകളൊക്കെ കൊള്ളാം. ഈ ലൈനിങ് ഒക്കെ നല്ലതാണ്. അതൊക്കെ തന്നെ പറയേണ്ടതുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെയും അല്ലെങ്കിൽ ഡാഷ്ബോർഡിൻ്റെയും ഗ്യാപ്പിൽ കൊടുത്ത ഈ ഒരു റെക്സിൻ അല്ലെങ്കിൽ ലെതർ ഇൻസെർട്ട് ആ ഗ്യാപ്പ് കാണിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ മെമ്മറിയിലേക്ക് ഞാൻ ആക്കട്ടെ. എൻ്റെ മെമ്മറി 1 ഞാൻ അവിടെ എത്തി. തൈ സപ്പോർട്ടൊക്കെ ചെയ്ത് സുഖമായിട്ടിരിക്കുകയാണ്. ഗിയറിടാം, പോവാം. EV9 ഏറ്റവും ബെസ്റ്റ് സീറ്റ് നടുവിലെ സീറ്റാണ്. ഓക്കെ, ഇവിടെ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത് ഇതിൻ്റെ മസാജിങ് ഫംഗ്ഷനാണ്. ഈ ഒറ്റ സ്വിച്ചിൽ സീറ്റ് മുന്നോട്ടാക്കി മടക്കാം, പിന്നിലേക്ക് ഇറങ്ങും കാര്യമൊക്കെ ആയിട്ട്. പക്ഷേ ഇവിടെ കാണുന്ന ഈ ഒരു സംഗതി എന്ന് പറയുന്നത് റിലാക്സിങ് പൊസിഷനിലേക്ക് സീറ്റാക്കാനാണ്. EV6 നമ്മൾ കണ്ട അതേ കാര്യം അത് നമുക്കിവിടെ പാസഞ്ചർ സീറ്റിലും ചെയ്യാം, പിന്നിലെ പാസഞ്ചർ സീറ്റിലും ചെയ്യാം. ഇവിടെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺസൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റി ബട്ടൺസാണ് ഫോർ എ പ്രൈസ് ബ്രാക്കറ്റ്. ഓക്കെ, ഇവിടെ വെന്റിലേറ്റർ ഹീറ്റർ സീറ്റിൻ്റെ സ്വിച്ചുകളുണ്ട്. കൂടാതെ ഈ ക്ലോത്ത് കാണാം, അംബ്രല ഹോൾഡർ അല്ലെങ്കിൽ ബോട്ടിൽ ഹോൾഡർ കാണാം. ഇവിടെ നമുക്ക് ഒരു സ്പീക്കർ ഡിസൈൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് റണ്ണിങ് ബോർഡിൻ്റെ ഡിസൈൻ മനസ്സിലാവും. ഹെഡ് റൂമും ലെഗ് റൂമും എല്ലാം കൂടുതലായിട്ടുള്ള വണ്ടിയാണ് EV9 എന്നുള്ളതാണ്. EV9 ഏറ്റവും മികച്ച ഫീച്ചറുകളിൽ ഒന്നെന്ന് പറയുന്നത് ഈ EV9 ആംറസ്റ്റിൽ കുറച്ച് സ്വിച്ചുകളുണ്ട്. മോഡ് എന്നുള്ള ബട്ടണാണേ. ആ മോഡിൽ ഇതിൻ്റെ മസാജിങ് ആണ്. തമ്പുരാനെ എന്തൊരു മസാജിങ് ആണ്! ഞാൻ വെറുതെ പറഞ്ഞല്ല, എനിക്ക് തോന്നുന്നു ഞാൻ കയറിയിട്ടുള്ള കാറുകളിൽ ഏറ്റവും ഇൻറ്റൻസീവായിട്ടുള്ള, ഏറ്റവും കഠിനമായിട്ടുള്ള മസാജിങ് ഫംഗ്ഷനുള്ള വണ്ടിയാണ് EV9. ഞാൻ വെറുതെ കാണിക്കുന്നില്ല കേട്ടോ, സംഭവം ഉള്ളതാണ്.
കൊള്ളാം. പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു വിൻഡോ ഷെയ്ഡ് കാണാം. ആ വിൻഡോ ഷെയ്ഡൊക്കെ ഇപ്പോൾ എല്ലാ വണ്ടിക്കുണ്ട്, ഇതിനകത്തും കാണാം. ഈ ഇൻസേർട്ടുകൾ നമ്മൾ EV9 മാത്രമല്ല സീറോസിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് വെന്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ച് താഴെ കൊടുത്തും ടോപ്പിൽ ഹീറ്റിംഗ് കൊടുത്തു നന്നായി തോന്നി. പിന്നെ നമുക്ക് ഹീറ്റ് ചെയ്തുകൊണ്ട് മസാജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ ഒരു പ്ലാസ്റ്റിക് പീസാണ് തുറക്കാനായിട്ട് ഇവിടെയും ഒരു ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, കണ്ടാൽ ഫാബ്രിക് ആയിട്ട് തോന്നുമെങ്കിലും ഇവിടെ നമുക്ക് മൂന്നാമത്തെ AC-യുടെ ആ ഒരു ഓപ്ഷൻസ് കാണാം മുകളിലായിട്ട്. എൻ്റെ വർത്തമാനത്തിലൊരു വിറയില്ലേ, അത് ഈ മോഡിൻ്റെ ആണ്, അല്ലെങ്കിൽ ഈ മസാജിൻ്റെ ആണ്. ഞാനത് ഓഫ് ചെയ്യാം. ഓക്കെ, വീടുകളിലെ അലമാര പോലെയാണ് കൺസോൾ ബോക്സ്. കണ്ടോ, ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന കൺസോൾ ബോക്സ് ആണ്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സംഗതികൾ വെക്കാം, ട്രേ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിങ്ങനെ അടയ്ക്കാനും അല്ലെങ്കിൽ തുറക്കാനും ഒക്കെ പറ്റും. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, മുകളിൽ ട്രേ ആണ്. പിന്നെ കപ്പ് ഹോൾഡറുകളുണ്ട്. ഈ സീറ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ പിന്നിൽ സീപോർട്ട് കാണാം, സ്റ്റോറേജ് സ്പേസ് ആണ്. അപ്പോൾ കംഫർട്ടബിൾ ആയിരിക്കുന്ന സീറ്റാണ്. ഈ ഹെഡ് റെസ്റ്റുകളൊക്കെ കാണാൻ കൗതുകൊണ്ട് EV6 നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ AC വെൻറ്റുകൾ കൗതുകൊണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഈ ഹെഡ് റെസ്റ്റ്, അതായത് ഈ ഹെഡ് റെസ്റ്റ് കാണിക്കാം. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇരിക്കുമ്പോൾ ഉറങ്ങി കഴിഞ്ഞാൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ യാത്ര ചെയ്യാം. അത്രയ്ക്കൊന്നും കൊടുക്കൊന്നും വണ്ടിക്കില്ല. റിലാക്സ് ചെയ്ത് മസാജിങ് ഒക്കെ അനുഭവിച്ച് സുഖിച്ചിരിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് EV9. EV9ൻ്റെ തേർഡ് റോ അധികം ആരും അങ്ങനെ യൂസ് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന തേർഡ് റോ ആണ്, കുട്ടികൾക്ക് പ്രത്യേകിച്ചും. കപ്പ് ഹോൾഡറുകൾ, നമുക്ക് മുന്നിലെ സീറ്റ് അല്ലെങ്കിൽ പിന്നിലെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സ്വിച്ചുകൾ, പോർട്ട്, സ്പീക്കർ സിസ്റ്റം, മുകളിൽ ലൈറ്റുകൾ, ഇത്രയുമാണ് ഇതിനകത്തെ ലക്ഷറി. ഓക്കെ, ഇത് ബൂട്ട് സ്പേസ് കൂട്ടാൻ കൂടി വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ 2 സീറ്റുകളുമാണ് ഈ വണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകൾ. പിന്നെ മുന്നിലെ സീറ്റ് കണ്ടോ, ആ സീറ്റിൽ കിടക്കാനുള്ള ആ ഒരു പ്രൊവിഷനും, ഇതാണ് ഇതിൻ്റെ ലക്ഷറിയസ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ തേർഡ് റോ യൂസ് ചെയ്യാമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമൊക്കെയാണ് കിയ EV9ൻ്റെ സവിശേഷതകളുടെ ഒരു ഗ്ലിംസ് എന്ന് പറയുന്നത്, ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് ഓടിക്കാം. കിയ EV9 383 HP ഓൾ വീൽ ഡ്രൈവ് ഇലക്ട്രിക് SUV, 0 to 100 in 5.3 seconds. ഓക്കെ, 561 കിലോമീറ്ററാണ് ഇതിൽ ഒറ്റ ചാർജിൽ ഒരു പറയുന്ന റേഞ്ച്. അങ്ങനെ പറയുമ്പോൾ ബാറ്ററി പാക്ക് വലുതാണ്, 99.8 kWh. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും കുറച്ചും കൂടി റേഞ്ച് വേണം. പക്ഷേ അതിൻ്റെ വെയിറ്റ് ആ റേഞ്ചിന് വേണ്ടിയിട്ട് അത്ര റേഞ്ചിന് വേണ്ടി സഹായിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ വണ്ടി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇലക്ട്രിക് കാർ എന്ന നിലയ്ക്കല്ല എനിക്കത് കയറിക്കുമ്പോൾ തോന്നിയത്. ഒരു ഐസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനുള്ള വണ്ടിക്ക് അതിരിക്കുന്ന പോലെയാണ്. സോളിഡാണ് ഫീല്, ഓടിക്കാൻ നല്ല ഫണ്ണുണ്ട്, ഓടിക്കാൻ നല്ല ഒരു കാർ പോലെ ഉണ്ട്, ഒരു ഇലക്ട്രിക് വണ്ടി പോലെ അല്ല എന്നുള്ളതാണ് അതൊരു ഗുണമായിട്ട് കാണാവുന്ന കാര്യം. എനിക്കിതിൻ്റെ ഡ്രൈവബിലിറ്റി ഇഷ്ടപ്പെട്ടു. ഇത് ഓടിക്കാൻ നല്ല രസമുണ്ട്, രസം എന്നുള്ള വാക്കേ പറയാൻ പറ്റുള്ളൂ. ഈ വണ്ടിയുടെ സ്റ്റിയറിങ് ഡയറക്റ്റാണ്, നല്ല ഫീലും ഫീഡ്ബാക്കും തരുന്നുണ്ട്. സസ്പെൻഷൻ മികച്ചതാണ്. നമ്മുടെ റൈഡ് എന്ന് പറയുന്നത്, റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഓസമാണ്, അല്ലെങ്കിൽ എക്സെപ്ഷണലാണെന്ന് പറയാം. അപ്പോൾ ഒരു വലിയ SUV ഓടിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെന്ന് പറയുന്നത് ഹാൻഡ്ലിങ്, ബിഹേവിയർ എങ്ങനെയെന്നുള്ളതാണ്. ഇത് പെട്ടെന്നുള്ള ടേണിംഗ് ഒന്നും നമ്മളെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല, വലിയ ബോഡി റോളില്ല, അങ്ങനെയുള്ള കുറേയധികം ഗുണങ്ങൾ ഈ വണ്ടിക്കുണ്ട്. ഓക്കെ, നമ്മുടെ X1 വന്നിട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പൊതുവെയുള്ള സ്വഭാവം, ഇലക്ട്രിക് കാറിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് മികച്ച ഒരു കാറാണ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, എനിക്ക് കിയയോടുള്ള ഒരു പരാതി എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് കുറച്ചധികം ഫീച്ചേഴ്സ് കൂടി കൊടുക്കാമായിരുന്നു. ലൈക്ക് ആ സിറോസിലുള്ള പോലെ അല്ലാണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള കിയയുടെ മോഡലുകളുടെ പാർട്ട് ഷെയറിങ് അല്ലാണ്ട് ഒരു ഇത്തിരി കൂടി ഒരു എക്സ്ക്ലൂസിവിറ്റി ഇതിൻ്റെ പാർട്സിനും അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തെ ഡിസൈനുകൾക്കും കൊടുക്കാമായിരുന്നു തോന്നി. ഇപ്പോൾ സിറോസുമായിട്ടുള്ള സാമ്യം അല്ലെങ്കിൽ മറ്റുള്ള കിയകളുമായിട്ടുള്ള സാമ്യം നമുക്ക് ഒരു 1 കോടി രൂപ മുകളിലിരിക്കുമ്പോൾ അത് അത്ര സാമ്യം വേണമായിരുന്നു എന്നുള്ളൊരു സംശയം തോന്നും. അത് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സ്റ്റിയറിംഗ് വ്യത്യാസമാണ്. ഈ സ്വിച്ചുകളൊക്കെ നല്ല മികവുള്ള സ്വിച്ചുകളാണ്. ഇപ്പോൾ ഞാൻ സ്പോർട്സ് മോഡ് ആക്കിയിട്ട് ഒന്ന് കാല് കൊടുത്താൽ വണ്ടിയുടെ തനിക്കുണം കാണിക്കും, വണ്ടി പറന്ന് കയറങ്ങ് പോവും. അതായത് വണ്ടി സില്ലി സ്പീഡിൽ അല്ലെങ്കിൽ ഇൻസൈൻ സ്പീഡിൽ എത്തുന്നത് വളരെ പെട്ടെന്നാണെന്നുള്ളത് EV9ൻ്റെ ഒരു വലിയ ഗുണമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് SUV മേടിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ EV9ലുണ്ട്. റൈഡ് കംഫർട്ട് ഉണ്ട്, സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ഉണ്ട്, പവർ ഉണ്ട്, ടോർക്ക് ഉണ്ട്. ഓക്കെ, വണ്ടി ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫണ്ണുണ്ട്. പിന്നിലും മുമ്പിലും ഉള്ള 2 മോട്ടറുകളിൽ നിന്ന് ഓൾ വീൽ ഡ്രൈവ് ആയിട്ടുള്ള വണ്ടിക്ക് ടെറൈൻ സെലക്ഷനിലുണ്ട് ചെറിയ ചെറിയ ഓഫ് റോഡ് കാര്യങ്ങളും നടക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ജിമ്മിന് പോകുന്നത് കണ്ടിട്ട് ഒരു കാറ് പക്ഷേ കുഴി പോയി, ഇതേ കിടക്കുന്നത്. അതേതാ വണ്ടി? അതൊരു A-Star ആണ് ഗൈസ്, അല്ല i20 ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ വണ്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ഒരു ലക്ഷറി SUV മേടിക്കുമ്പോൾ ഇപ്പോൾ EQ അല്ലെങ്കിൽ IX, അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ Q8 e-tron മേടിക്കുമ്പോൾ അവർക്ക് കിട്ടാത്ത എന്താണ് കിയ EV9ൽ കിട്ടുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു എക്സ്ക്ലൂസിവിറ്റി ഒന്നായിട്ട് പറയാം. പിന്നെ ഇതിൻ്റെ കംഫർട്ട്, ഇത് ഓടിക്കുമ്പോൾ നമുക്കൊരു ഫാമിലി കാർ ഓടിക്കുന്ന ഒരു ഫീലാണ്. ഒരു SUVയുടെ പോലെ റൈഡ് ക്വാളിറ്റി അല്ല, ഒരു ഫാമിലി കാറിൻ്റെ റൈഡ് ക്വാളിറ്റിയാണ്. അപ്പോൾ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ റേഞ്ച് എന്ന് പറയുന്നത് കിട്ടും. അതായത് ഈ ഒരു ലിഥിയം അയൺ ബാറ്ററി പാക്കുള്ള ഈ വണ്ടിക്ക് ഈ പറയുന്ന 100
kWh ബാറ്ററി പാക്കുള്ള വണ്ടിക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ ചാർജറിൽ ഒന്നിരിക്കുന്നത് ഇഞ്ചോണിക്കല്ല. ഈ വണ്ടി ഇഞ്ചോണിക്കയാണ്. അപ്പോൾ ആ ചാർജിങ് വേഗം ചെയ്യാമെന്നുള്ള ഗുണമുണ്ട്, ഓടിച്ചുകൊണ്ട് നടക്കാനുള്ള ഗുണമുണ്ട്, എവിടെയും കൊണ്ടുപോകാനുള്ള ഗുണമുണ്ട്. ഒരു വലിയ വണ്ടിയാണ്, അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, ഓടിക്കാൻ ഫണ്ണുണ്ട്, യാത്ര ചെയ്യാൻ സുഖമുണ്ട്. ഓക്കെ, അപ്പോൾ കിയയുടെ ഫാമിലി ലുക്ക് ഒരു കുറവായിട്ട് ഞാൻ പറഞ്ഞതല്ല, പക്ഷേ വില വെച്ച് നോക്കുമ്പോൾ അതൊരു ഇത്തിരി കൂടി എക്സെപ്ഷണലായിട്ട് ഡിസൈൻ ചെയ്യാമായിരുന്നു തോന്നിയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ സ്റ്റിയറിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു, റീജൻ മോഡൽ ഇഷ്ടപ്പെട്ടു, പ്ലസ് മൈനസ് ടോട്ടൽ ബ്രേക്ക് പെഡലുകളുടെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. EV6 നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്ക്രീനുകളുടെ ഇൻറ്റഗ്രേഷൻ നല്ലതാണ്, സെയിം ആണ് നമ്മൾ കണ്ടിട്ടുള്ള സ്ക്രീനാണ്. കൊള്ളാം. AC അത്യാവശ്യം നല്ല കൂളിങ്ങുള്ള AC ആണ്. ഈ സ്റ്റെപ്പ് ത്രൂ കൺസോളിൽ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടൊക്കെ, സ്റ്റോറേജ് സ്പേസുള്ള ബഹളമുള്ള വണ്ടിയാണ്. എല്ലാം ഇലക്ട്രിക് ആണല്ലോ. അഡാസ് ലെവൽ 2 പോലുള്ള കാര്യങ്ങളുള്ള വണ്ടിക്ക്, ഡ്രൈവേഴ്സ് അസിസ്റ്റൻസ് ഉള്ള വണ്ടിക്ക് ശരിക്കും ഓടിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, ധൈര്യമുണ്ട്, കൂടാതെ ഫണ്ണുമുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അതാണ് ഈ വണ്ടിയുടെ ഒരു പൊതുവെയുള്ള കാര്യം. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരെയും നന്ദി. കാല് കൊടുത്തുകൊണ്ട് നമസ്കാരം.